നമസ്കാരം, ഏവർക്കും ഭക്തമാനസം ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. കണ്ണന്റെ ബാലലീലകളുടെ ആ മായാവിലാസങ്ങളുടെ മയിൽപീലി തിളക്കവും മുരളീഗാന മാധുര്യവുമുള്ള കഥകളാണ് ഇനി പറയാൻ പോകുന്നത്. കുറുമ്പും കുസൃതിയുമായി ഗോകുലത്തിൽ കളിച്ചു രസിച്ച കാലത്തിന്റെ തളകിലുക്കങ്ങൾ ഈ കഥകളിലെല്ലാം കേട്ടറിയാം. മണ്ണു തിന്നതിന് ശാസിച്ചപ്പോൾ ഭൂലോകം മുഴുവൻ ആ കുഞ്ഞു വായ്ക്കുള്ളിൽ കാട്ടിക്കൊടുത്ത പോലെ ആകാശവും പാതാളവും മനുഷ്യരും മായാവികളും ദേവകളും രാക്ഷസരുമൊക്കെ നിറയുന്നു ഈ കഥയുടെ ലോകത്തിൽ. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ശൂരസേന രാജാവിന്റെ പുത്രനാണ് വസുദേവർ. ഉഗ്രസേനന്റെ സഹോദരനായ ദേവകന്റെ പുത്രിയുമാണ് ദേവകി. വസുദേവനും ദേവകിയും വളർന്നു വലുതായി. അവരുടെ വിവാഹം ഗംഭീരമായി കംസന്റെ നേതൃത്വത്തിൽ നടത്തി. ഉഗ്രസേനന്റെ മകനാണ് കംസൻ. വിവാഹത്തിന്റെ സകല ചുമതലയും കംസനായിരുന്നു. മുൻപ് ആരും കണ്ടിട്ടില്ലാത്ത വിധം ഭോജ്യരാജ്യത്ത് ആ വിവാഹോത്സവം നടന്നു. വിവാഹ കർമ്മവും സദ്യയും കഴിഞ്ഞപ്പോൾ മാതാപിതാക്കളോടും ഗുരുജനങ്ങളോടും യാത്ര പറഞ്ഞ് നവദമ്പതിമാർ യാത്രയ്ക്ക് ഒരുങ്ങി. കംസനായിരുന്നു രഥം തെളിച്ചത്. അങ്ങനെ അവർ യാത്ര ചെയ്തുകൊണ്ടിരിക്കെ ആകാശത്ത് നിന്ന്, "അല്ലയോ ദുഷ്ടനായ കംസ, ഈ ദേവകിയുടെ 8ാമത്തെ പുത്രൻ നിന്റെ അന്തകനായിരിക്കും" എന്നിങ്ങനെ ഒരു അശരീരി കേൾക്കുകയുണ്ടായി. അത് കേട്ട ഉടനെ ഭയചകിതനും ക്രുദ്ധനുമായി തീർന്ന കംസൻ സഹോദരിയെ വധിക്കുവാനായി വാൾ കയ്യിലെടുത്ത് അവളുടെ തലമുടിയിൽ ചുറ്റിപ്പിടിച്ചു. വസുദേവരുടെ സ്വാന്തന വാക്കുകൾ കൊണ്ടൊന്നും കംസൻ അടങ്ങിയില്ല. ഒടുവിൽ ദേവകി പ്രസവിച്ചുണ്ടാവുന്ന പുത്രന്മാരെയെല്ലാം അതതു സമയത്ത് തന്നെ കംസന് നൽകിക്കൊള്ളാമെന്നുള്ള വസുദേവരുടെ ശപഥം കേട്ട് തൃപ്തനായ കംസൻ അവർ രണ്ടുപേരെയും വിട്ടയച്ച് സ്വവസതിയിലേക്ക് പോയി. അങ്ങനെ കുറെ നാൾ കഴിഞ്ഞു. ദേവകി ആദ്യമായി പ്രസവിച്ച ശിശുവിനെയും കൊണ്ട് വസുദേവർ കംസന്റെ സമീപത്ത് ചെന്നു. എന്നാൽ തന്റെ അന്തകൻ ആ കുഞ്ഞല്ലല്ലോ എന്ന കാരണത്താൽ കീർത്തിമാൻ എന്നു പേരായ ആ കുഞ്ഞിനെ കംസൻ തിരിച്ചു നൽകി. ദേവകി പിന്നീട് യഥാക്രമം 5 പുത്രന്മാരെ കൂടി പ്രസവിച്ചു. വസുദേവർ യഥാസമയം അവരെയെല്ലാം കംസന് സമർപ്പിച്ചുവെങ്കിലും അവൻ ആ ശിശുക്കളെ വധിക്കാതെ വസുദേവർക്ക് തന്നെ നൽകി. ആ അവസരത്തിൽ നാരദ മഹർഷി കംസന്റെ രാജധാനിയിൽ ചെന്ന് യാദവന്മാരെല്ലാം ദേവാംശ സംഭവന്മാരാണെന്നും കംസാദികൾ അസുരജാതന്മാരാണെന്നും മായാവിയായ വിഷ്ണു കംസനെ വധിക്കുവാനായി ദേവകിയുടെ പുത്രനായി ജനിക്കുമെന്നും പറയുകയുണ്ടായി. അത് കേട്ട കംസന് യാദവന്മാരിലുള്ള വൈര്യം വർദ്ധിച്ചു. അവൻ 6 കുട്ടികളെയും പാറമേൽ അടിച്ചു കൊല്ലുകയും ചെയ്തു. മാത്രമല്ല അവൻ വസുദേവരെയും ദേവകിയെയും കാരാഗ്രഹത്തിൽ അടക്കുകയും ചെയ്തു. ദേവകിയുടെ 8ാമത്തെ പുത്രനായി താൻ ജനിക്കേണ്ടുന്ന സമയമാണെന്ന് മനസ്സിലാക്കിയ വിഷ്ണു ഭഗവാന്റെ നിർദ്ദേശപ്രകാരം ആദിശേഷൻ ദേവകിയിൽ 7ാമത്തെ ഗർഭമായി പ്രവേശിച്ചു. പിന്നീട് ഭഗവാന്റെ നിർദ്ദേശാനുസരണം തന്നെ യോഗമായാദേവി ആ ഗർഭത്തെ വസുദേവരുടെ മറ്റൊരു പത്നിയായ രോഹിണിയുടെ ഉദരത്തിലേക്ക് മാറ്റുകയും താൻ ഗോകുലത്തിലുള്ള നന്ദഗോപരുടെ പത്നിയായ യശോദയുടെ ഉദരത്തിൽ പ്രവേശിക്കുകയും ചെയ്തു. ദേവകിയുടെ 7ാമത്തെ ഗർഭം അലസിപ്പോയി എന്നായിരുന്നു ജനങ്ങൾ വിശ്വസിച്ചത്. യഥാകാലം രോഹിണി നന്ദഭവനത്തിൽ വെച്ച് ഒരു ആൺകുഞ്ഞിനെ പ്രസവിച്ചു. ആ ശിശുവായിരുന്നു ബലരാമൻ. അനന്തരം വിഷ്ണു ഭഗവാൻ സ്വന്തം അംശം കൊണ്ട് ദേവകിയുടെ ഉദരത്തിൽ പ്രവേശിച്ചു. ഗർഭം അനുദിനം വളരുന്നതിനനുസരിച്ച് ദേവകിയുടെ കാന്തിയും വർദ്ധിച്ചു വന്നു. വസുദേവരുടെയും ദേവകിയുടെയും സന്തോഷം കൂടി വന്നു. ചിങ്ങമാസം കൃഷ്ണപക്ഷത്തിലെ അഷ്ടമി തിഥിയും രോഹിണി നക്ഷത്രവും ഒത്തുചേരുന്ന ശുഭമുഹൂർത്തം സമാഗതമായി. മന്ദമാരുതൻ വീശി. ആകാശത്തിൽ ചെറിയ ഇടിയും മിന്നലും ഉണ്ടായി. ചെറിയൊരു മഴയും ചാറിത്തുടങ്ങി. അർദ്ധരാത്രി സമയമായി. ചന്ദ്രൻ ഉദിച്ചു പൊങ്ങി. എല്ലാ ജനങ്ങളുടെയും മനസ്സിലെല്ലാം എന്തെന്നില്ലാത്ത ഒരു ആഹ്ലാദം തലതല്ലി. ആ അവസരത്തിൽ ദേവകിയുടെ ഗർഭത്തിൽ നിന്നും ഭഗവാൻ ഭൂമിയിൽ അവതരിച്ചു. ഒരു മനുഷ്യബാലന്റെ രൂപത്തിലായിരുന്നു ഭഗവാൻ ഭൂമിയിൽ അവതരിച്ചെങ്കിലും അതൊരു അത്ഭുത ബാലനായിരുന്നു.
വസുദേവൻ ഭഗവാനെ വന്ദിച്ചു. ദേവകിയുടെ മയക്കം തീർന്നിട്ടില്ല. അനന്തരം ഗോകുലത്തിൽ യശോദ പ്രസവിച്ചുണ്ടായ യോഗമായയുടെ അവതാരമായ പെൺകുട്ടിയുമായി തന്നെ ഒത്തുമാറണമെന്ന് ഭഗവാൻ വസുദേവരോട് നിർദ്ദേശിച്ചു. വസുദേവർ ശിശുവിനെയും കയ്യിലെടുത്ത് ഗോകുലത്തിലേക്ക് പുറപ്പെട്ടു. അപ്പോൾ വസുദേവരുടെ കയ്യിലുണ്ടായിരുന്ന ചങ്ങലയെല്ലാം തനിയെ എഴിഞ്ഞു. അടഞ്ഞു കിടന്നിരുന്ന കവാടങ്ങൾ തനിയെ തുറന്ന് വസുദേവർക്ക് സാക്ഷാൽ ആദിശേഷൻ തൻ്റെ ഫണങ്ങൾ കൊണ്ട് കുടപിടിച്ചു. തന്നിലുണ്ടായിരുന്ന രത്നങ്ങളുടെ ശോഭയിൽ വഴി കാണിക്കുകയും ചെയ്തു. അദ്ദേഹത്തിന് പോകേണ്ട വഴിയിലുണ്ടായിരുന്ന കാളിന്തി നദിയിലെ ജലം അദ്ദേഹത്തിൻ്റെ കണങ്കാലിനൊപ്പം താണൊഴുകി. ഭഗവാനെയും കൊണ്ട് വസുദേവർ നന്ദഗൃഹത്തിലെത്തിയപ്പോൾ അവിടെ എല്ലാവരും നല്ല ഉറക്കത്തിലായിരുന്നു. അദ്ദേഹം തൻ്റെ ശിശുവിനെ യശോദയുടെ അടുക്കൽ കിടത്തി. അവിടെ യശോദ പ്രസവിച്ചുണ്ടായിരുന്ന പെൺകുട്ടിയെ കയ്യിലെടുത്ത് വേഗത്തിൽ മധുരയിലേക്ക് പുറപ്പെട്ടു. കുട്ടിയെ ദേവകിയുടെയും അടുത്ത് കിടത്തി. കവാടങ്ങൾ വീണ്ടും തനിയെ അടഞ്ഞു. വസുദേവരുടെ ദേഹത്തിൽ വീണ്ടും ചങ്ങലകൾ വീണു. അപ്പോൾ ദേവകിയുടെ സമീപത്തുണ്ടായിരുന്ന ശിശു ഉച്ചത്തിൽ കരയാൻ തുടങ്ങി. കരച്ചിൽ കേട്ട കംസഭൃത്യന്മാർ ദേവകി പ്രസവിച്ച വിവരം ഉടനെ തന്നെ കംസനെ അറിയിച്ചു. വിവരമറിഞ്ഞ കംസൻ ദേവകിയുടെ സമീപത്തേക്ക് ഓടിയെത്തിയപ്പോൾ അവരുടെ കയ്യിൽ കണ്ടത് ഒരു പെൺകുട്ടിയായിരുന്നു. അവൻ ദേവകിയുടെ കയ്യിൽ നിന്ന് ആ ശിശുവിനെ ബലാത്കാരമായി പിടിച്ചെടുത്തു കൊണ്ടുപോയി ഒരു പാറമേൽ അടിച്ചു. യോഗമായയുടെ അവതാരമായിരുന്ന ആ ശിശു കംസന്റെ കയ്യിൽ നിന്ന് തെറിച്ച് മേൽപോട്ടു പോവുകയും ആയുധങ്ങളേന്തിയ 8 തൃക്കൈകളോടുകൂടിയ ദിവ്യരൂപത്തിൽ ആകാശത്തിൽ പ്രകാശിച്ചുകൊണ്ട് കംസനോട്, ഹേ ദുഷ്ടനായ കംസ, എന്നെ നശിപ്പിച്ചിട്ട് എന്തു കാര്യം? നിന്റെ അന്തകൻ മറ്റൊരിടത്ത് ജനിച്ചു കഴിഞ്ഞു. നീ വേണ്ടത് ചെയ്തു കൊള്ളുക എന്നിങ്ങനെ അരുൾ ചെയ്തിട്ട് ആ ദേവി അപ്രത്യക്ഷമാവുകയും ചെയ്തു. കംസന്റെ മനസ്സ് ശത്രുഭയത്താൽ അമർന്നു. തനിക്ക് ജീവിക്കണം, അന്തകനെ എങ്ങനെയും ഇല്ലാതാക്കണം. അവൻ എവിടെയാണെങ്കിലും കണ്ടെത്തണം. കംസൻ മന്ത്രിയോട് ആലോചിച്ചു. ഈയിടെ ജനിച്ച കുഞ്ഞുങ്ങളെയെല്ലാം കണ്ടെത്തി എല്ലാവരെയും വധിക്കുക. കംസന്റെ അന്തകൻ എവിടെയാണെങ്കിലും ആരായിരുന്നാലും ആ കൂട്ടക്കൊലയിൽ അകപ്പെടാതിരിക്കില്ല. കംസൻ അനുചരന്മാർക്ക് ആജ്ഞയും നൽകി.